ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കിയതോടെ കോഴിക്കോട് സ്വദേശിക്ക് UPSC ഇന്റർവ്യൂ നഷ്ടമായി. ഡോക്ടർ ആയിഷയ്ക്കാണ് ദുരനുഭവം. വിമാനം റദ്ദാക്കിയതോടെ 3-ാം തീയതി നടക്കേണ്ട ഇന്റർവ്യൂ ആണ് നഷ്ടമായത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയെന്ന് മകൾ കടന്നുപോകുന്നതെന്ന് പിതാവ് ബഷീർ മീഡിയ വണിനോട് പറഞ്ഞു. ഇൻഡിഗോ വിമാനങ്ങൾ അപ്രതീക്ഷിതമായി റദ്ദാക്കിയതോടെ കനത്ത നഷ്ടങ്ങളാണ് പലർക്കും സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു അനുഭവമാണ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. UPSC ഇന്റർവ്യൂ ആണ് ഡോക്ടർ ആയിഷയ്ക്ക് നഷ്ടമായത്. ഡോക്ടർ ആയിഷയുടെ പിതാവ് ബഷീർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. മാനസികമായ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? കരിപ്പൂർ വിമാനത്തിനുള്ളിൽ കയറ്റിയതിന് ശേഷം 10 മണിയായിട്ടും ഫ്ലൈറ്റ് പോകുന്നില്ല. അപ്പം ആളുകൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ പൈലറ്റുമായിട്ട് സംസാരിച്ചു. പൈലറ്റ് ഞാൻ വണ്ടി ഓട്ടൂല, കാരണം എൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ റദ്ദാക്കിയതിന് ശേഷം വേറെ എക്സാമുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇഷ്യൂ ആയപ്പോൾ 12 മണിയോടുകൂടി ആളുകൾ ബഹളം വെച്ചപ്പോൾ അതിന് കണ്ണൂർ 6 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ പോയാൽ 9 മണിക്ക് എത്തും. 1-1.5 മണിക്കൂർ PSC ഓഫീസിൽ കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയും ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നടക്കും. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. അങ്ങനെ ഞങ്ങളൊരു തല്ലിപ്പള്ളി ബസ്സിൽ ഈ 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10-50ഓളം യാത്രക്കാരെ ബസ്സിൽ കയറ്റി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചു. അവിടെ 4-4:30 എത്തിയപ്പോൾ അവിടെ നിന്ന് പറയുന്നത് 1 മണിക്കൂർ ഡിലേ ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ ആളെ കണ്ടിട്ട് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതും പറയാൻ പറ്റില്ല, ഡിലേ ആവുന്നു. അപ്പോൾ ഞാൻ അവിടെ കുറച്ചും കൂടെ ഇഷ്യൂ ഉണ്ടാക്കി. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ഇനി ഇരിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഈ തീരുമാനമാക്കിയിട്ട് ബാക്കിയുള്ളവരെ കയറ്റാൻ മതിയാണ്. അങ്ങനെ BSF വന്ന് അപ്പോൾ അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് ഇനി പോയിട്ട് കാര്യമില്ല. കാരണം ഞങ്ങളെല്ലാം പോയി. ഇനി ഞങ്ങൾ നാട്ടിലേക്ക് കോഴിക്കോട്ടേക്ക് അയക്കാനുള്ള വണ്ടി ചാർജ് അല്ല ഒരു വണ്ടി ഏർപ്പാട് ചെയ്ത് തരണം. അതുപോലെ അവർ തന്നില്ല. അവർ പറഞ്ഞു ഞങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് തരാം, അതിനെ 4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ, ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് തരാം. ടിക്കറ്റ് റീഫണ്ട് ചെയ്തെന്നു, പക്ഷേ ക്യാഷ് തരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ അവിടെ ഇട്ടച്ചു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ വേറെ ബസ്സെല്ലാം കയറി കണ്ണൂർ വന്നിട്ട് പിന്നെ നാട്ടിലേക്ക് തന്നെ പോന്നു. അപ്പോൾ ആ കുട്ടിയെ ആകെ മാനസികമായിട്ടുള്ള ഒരു വിഷമത്തിലും കാര്യം, കാരണം അവൾ പഠിച്ച് കിട്ടി. ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ആണ് വരുന്നത്, അതിന് പങ്കെടുക്കാൻ പറ്റില്ല എന്ന വളരെ സങ്കടമുള്ള കാര്യമാണ്. ഇതിനെ ശക്തമായ ഒരു നടപടി വേണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നടപടി വേണം. മാത്രമല്ല ഇനിയൊരു കുട്ടികൾക്കും ഇങ്ങനെ സംഭവിക്കാനും പാടില്ല, ഒരാളുകൾക്കും. കാരണം നമ്മളത് തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ട്. ചില ആളുകൾക്ക് മാനസികമായിട്ട് അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റാത്ത പാവപ്പെട്ടവരൊക്കെ ആണെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ മീഡിയ വണ്ടിന് മുന്നിൽ വന്ന് സംസാരിക്കുന്നത്. ഇൻഡിഗോ വിമാനത്തിൻ്റെ അപ്രതീക്ഷിതമായ റദ്ദാക്കലിലാണ് ഇവർക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും സമാനമായ അനുഭവമുള്ള നിരവധി ആളുകൾ ഇതേ സമയം ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നുവെന്നുകൂടി ഇവർ പറയുന്നുണ്ട്. നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.